സുബഹിന്റെ സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂദർദാഹ് പറയുന്നു, നബിയേ, എത്രയോ നാളുകൾ കൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് നോമ്പ് ഇന്നലെ ഈ സൽമാൻ മുടക്കി നബിയേ. എത്രയോ രാത്രികൾ കൊണ്ട് ഒരു വഖ്ത് പോലും ഒരു നേരം പോലും ഒഴിവാക്കാതെ സുജൂദിൽ കിടക്കുന്ന എന്റെ ഇന്നലത്തെ ഇബാദത്ത് എന്റെ സൽമാൻ മുടക്കി നബിയേ. അതിന് കാരണമായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണവൻ പറയുന്നതെങ്കിൽ അത് ശരിയാണോ നബിയേ? മനുഷ്യ ശരീരത്തെക്കുറിച്ച് ലോകത്ത് ഏറ്റവും നല്ല പഠനം സമ്മാനിച്ച അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വദ്ദഖ സൽമാൻ, സ്വദ്ദഖ സൽമാൻ. അബൂദർദായെ, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നടാ, ആ സൽമാൻ ചെയ്തതാണ് സത്യമടാ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ. പെണ്ണിന്റെ ആവശ്യങ്ങൾ അറിയാ, അതിന്റെ രീതികൾ അറിയാനുള്ള കഴിവും കരുത്തും നിനക്കുണ്ടായിരിക്കണം. അല്ലാതെ കടകമ്പോളത്തിൽ 10 രൂപയ്ക്ക് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മഞ്ഞ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി വായിച്ചിട്ട് വികാരപൂർത്തീകരണം നടത്തുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അത് മുതലാക്കാൻ വേണ്ടി കച്ചവട ബിസിനസ്സിലൂടെ, കച്ചവടത്തിലൂടെ ഈ യുവത്വത്തെ മുതലെടുക്കുന്ന എത്രയോ കച്ചവടക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരതിന് പോകല്ല. ശാസ്ത്രലോകം പറയുകയാണ്, ഒരു കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാര് 15ാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, സ്കൂളിലേക്ക് പോകുമ്പോ അവന്റെ നോട്ടം എവിടെയെന്നറിയോ? സിനിമാ പോസ്റ്ററുകളിലാ. അതിൽ മാരടം കാണിച്ചു നിൽക്കുന്ന പെണ്ണ്, വയറ് കാണിച്ചു നിൽക്കുന്ന പെണ്ണ്, ശരീരത്തിന്റെ സൗന്ദര്യത്തിടമ്പാറ പെൺകുട്ടികള് ആ ശരീരത്തിന്റെ ഭാഗ്യം കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുമ്പോ ആവേശത്തോടെ 15 വയസ്സ് മുതൽ അവിടെ നിന്നങ്ങോട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് അത് നോക്കുമ്പോ, പിന്നെ ശരീരം മറച്ച ഒരു പെണ്ണിനെ കാണുമ്പോ മറയ്ക്കാതിരിക്കുമ്പോ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു വൈകാരികമായ ബോധം അവർക്കുണ്ടാകുമ്പോ, പിന്നെ വീട്ടിലേക്ക് വന്നിരിക്കുമ്പോ മമ്മിയും ഡാഡിയും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് മുന്നിലേക്ക് വന്നിരിക്കുമ്പോ എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോ യാഥാർത്ഥ്യമാവുകയാണ്. അതുകൊണ്ടല്ലേ പക്വതയെത്തുന്നതിന് മുമ്പ് മാനം നഷ്ടപ്പെട്ടു പോര 10,000-കണക്കിന് പെൺകുട്ടികള് നമ്മുടെ കേരളത്തിലില്ലേ? ഒളിച്ചോട്ടം അധികരിച്ചില്ലേ? ആത്മഹത്യ അധികരിച്ചില്ലേ? എന്റെ സഹോദരങ്ങളോട് പറയാ, 15 വയസ്സ് മുതൽ അങ്ങനെ വികാരത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു സഹോദരന് കല്യാണം കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് നൗഷാദ് ബാഖവി പറയുന്നതല്ല, വ്യക്തമായതിനെ കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർമാര് പറയുകയാ. 15 വയസ്സ് കഴിയുന്നവന്റെ മൊബൈലിൽ കിടക്കുന്ന ബ്ലൂ ഫിലിം ഉണ്ടല്ലോ, എത്ര രാത്രി വെളുക്കുന്നോള് ആരും കാണാതെ ഒറ്റയ്ക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചവനെ കണ്ട് അനുഭവിക്കാനുള്ള ബ്ലൂ ഫിലിം ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹത്തിന് മുമ്പ് വർഷങ്ങളോളം നീ ഇത് കണ്ടാസ്വദിക്കുന്നതിനാണെങ്കിൽ നിന്റെ ലൈംഗിക ശക്തി ഭാവിയിൽ കുറഞ്ഞു പോകുമെന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നതെന്നറിയോ? പണ്ട് കാലത്ത് മുസ്ലിംകളാണ് വ്യഭിചാരിണികൾ കുറവായിരുന്നു മുസ്ലിമേ. ഇന്ന് അവരെ കൊണ്ട് നിറഞ്ഞില്ലേ നമ്മുടെ കേരളം? എത്രയെത്ര പള്ളികളാ പള്ളി വിലക്കിയതായിട്ട് എത്ര മുസ്ലിം പെണ്ണിന്റെ പേരായി എഴുതിയിട്ടിരിക്കുന്നത്. ആ പാവപ്പെട്ട സഹോദരിമാരെ കുറ്റപ്പെടുത്തിയിട്ട് അർത്ഥമില്ല. അവരെ സന്തോഷിപ്പിക്കാൻ, അവർക്ക് വികാര പൂർത്തീകരണം നടത്തിക്കൊടുക്കാനുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സ് മരവിച്ചു പോയത് കൊണ്ടാ നിങ്ങൾ തിയേറ്ററിനകത്തും അതുപോലെ വ്യഭിചാരശാലയ്ക്കകത്ത് പ്രസിദ്ധീകരണങ്ങളുടെ മടിപ്പെട്ടിലും വികാര പൂർത്തീകരണം നടത്തുമ്പോ ചങ്ങലക്കിട്ട വിരണ്ട് കിടക്കുന്ന വിഷജന്തുവിനെ പോലെ ആ പെണ്ണത് പൊട്ടിച്ചിട്ട് വ്യഭിചാരശാലയിൽ പോകുമ്പോ അതിൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടെന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, ആ പെണ്ണിനോടുള്ള കടമയുണ്ടല്ലോ, ആ പെണ്ണിനോടുള്ള കടപ്പാടുണ്ടല്ലോ, അത് നിർബന്ധമായും നീ പാലിച്ചിരിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്.